ഇത് റിസൾട്ട് ഇത് വന്ന ദിവസം എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. കാര്യം ഇത് കുറേ റിസൾട്ട് ചെറിയ മാർക്കിനൊക്കെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് വന്ന് നോക്കി ഉണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാതൊരു നിർവികാരതയാണ് വന്നത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ലൈക്ക് ഞാനിങ്ങനെ ലൈഫ്ലെസ് ആയിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ഇതൊന്ന് ആ ഒരു എഫക്റ്റ് കിക്കിനായത്. പക്ഷെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അത്യാവശ്യം കുറേ സ്ട്രഗിൾ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫീലായിരുന്നു റിസൾട്ട് ലിസ്റ്റിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരോടും ദൈവത്തോടും എല്ലാം ഞാൻ നന്ദി പറയുകയാണ്. ഫസ്റ്റ് വിളിച്ച് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ്. അപ്പോൾ അവൻ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവനോടാണ് ഞാൻ ആദ്യം ഇത് വിളിച്ച് പറയണത്. പിന്നെ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഉമ്മ അപ്പ ഒക്കെ പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് മോക്സ് ചെയ്യുക. പ്രോപ്പറായിട്ട് ക്ലാസ്സസ് ലൈക്ക് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവർ, അല്ലെങ്കിൽ ക്ലാസ്സസ് മൊത്തം ആ പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ആവുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ജേർണിയിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും ടൈം ആയപ്പോഴൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ വെറുതെ ഇത് പ്രിപ്പയർ ചെയ്യണേ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നോക്കിക്കൂടായിരുന്നോ, നിങ്ങൾക്ക് കുറച്ച് ഇപ്പോൾ വേറെ എന്തെങ്കിലും പുറത്തോട്ട് വല്ലതും നോക്ക്, എന്തിനാ ഇവിടെ നാട്ടിൽ തന്നെ നിൽക്കണേ. പിന്നെ പക്ഷേ ഒരു കൂടുതൽ കുറേ ഫ്രണ്ട്സ് ജോലി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് കയറണം, ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് പഠിച്ചത്. എന്തായാലും ഫൈനലി എൻ്റെ സമയം വന്നു. ഹലോ, എൻ്റെ പേര് മാഹിൻ. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ കാലിക്കറ്റ് വെറാന്തറീസിൽ ഒരു 6 മാസമായിട്ട് ഇവിടുത്തെ TL ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ SBI ക്ലർക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ ലോങ് ജേർണി. കുറേ നാളായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഒന്ന് ക്ലിയർ ചെയ്തത്. ഒരു 2-2.5-3 വർഷമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഇപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ കയറിയിരിക്കുകയാണ്. വെറാന്തറീസ് കാലിക്കറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി തന്നെയാണ്. നമുക്ക് ഫസ്റ്റിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് ലാബ് ഫെസിലിറ്റി തന്നെയാണ് പറയുന്നത്. ഒരു 90 പേരോളം ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബ് ഉണ്ട്. അത്യാവശ്യം നല്ല വാസ്റ്റാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അത്യാവശ്യം ഫുൾ AC, നല്ല ശീതീകരിച്ച സാധനമാണ്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ്, മെൻറ്റേഴ്സ് എല്ലാം നല്ല ഹെൽപ്ഫുള്ളാണ്. കുറേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ എല്ലാവരും നമ്മളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള റീസണിങ്ങിനകത്തായിരുന്നു. റീസണിങ് ഇവിടെ സ്വരൂപ് സാറിൻ്റെ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സ് ഉണ്ടായിരുന്നു. സാർ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, റീസണിങ് എങ്ങനെയാണ്, ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ചൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ സ്വരൂപ് സാറാണ് പറഞ്ഞു തന്നിട്ട്. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നുള്ള ആ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടോട്ടൽ ആ ഒരു വ്യൂ തന്നെ മാറി. എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, റീസണിങ് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടി. ഞാനിപ്പോൾ ഇതെൻ്റെ ഏകദേശം ഒരു 12-13 അറ്റംപ്റ്റ് കണ്ട് മെയിൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 12-13 വട്ടം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്ന് 2-3 വട്ടം മെയിൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഭാഗ്യം എൻ്റെ കൂടെ വന്നത്. എനിക്ക് ഈ ഒരു ജേർണിയിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെയാണ്. കൂടുതലും അവരാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുള്ളത്. പിന്നെ എൻ്റെ ഫാമിലി, പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരു പരിധി വരെ എന്നെ എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞാൻ തളർന്നു പോകാണ്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സോ അവരോടെല്ലാവരും വലിയൊരു നന്ദി പറയുന്നു. ഇത് റിസൾട്ട് ഇത് വന്ന ദിവസം എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. കാര്യം ഇത് കുറേ റിസൾട്ട് ചെറിയ മാർക്കിനൊക്കെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് വന്ന് നോക്കി ഉണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാതൊരു നിർവികാരതയാണ് വന്നത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ ലൈഫ്ലെസ് ആയിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ഇതൊന്ന് ആ ഒരു എഫക്റ്റ് കിക്കിനായത്. പക്ഷെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അത്യാവശ്യം കുറേ സ്ട്രഗിൾ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫീലായിരുന്നു റിസൾട്ട് ലിസ്റ്റിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരോടും ദൈവത്തോടും എല്ലാം ഞാൻ നന്ദി പറയുകയാണ്. ഫസ്റ്റ് വിളിച്ച് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ്. അപ്പോൾ അവൻ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവനോടാണ് ഞാൻ ആദ്യം ഇത് വിളിച്ച് പറയണത്. പിന്നെ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഉമ്മ അപ്പ ഒക്കെ പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് മോക്സ് ചെയ്യുക. പ്രോപ്പറായിട്ട് ക്ലാസ്സസ് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവർ, അല്ലെങ്കിൽ ക്ലാസ്സസ് മൊത്തം ആ പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ആവുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ട് ഇവിടെ TL ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഞാൻ കുറേയൊക്കെ നമുക്ക് ഫോൾട്ട് വന്ന കാര്യങ്ങളൊക്കെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് നമ്മുടെ മുകളിലുള്ളവരിന്നും താഴെ നിന്നുള്ളവരിന്നൊക്കെ നമുക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള നമ്മുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും എനിക്ക് മുകളിലുള്ള ആളുകളാണെങ്കിലും അക്കാഡമിക് ഹെഡ്സ് ആണെങ്കിലും അവരെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഒരുപാട് നമ്മളോട് നല്ല രീതിക്ക് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കുറേ എന്താ ഡൗട്ട്സ് കാര്യങ്ങൾ വരുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും വീക്ക് സെക്ഷൻസ് നമ്മൾ ക്ലാസ് എടുക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജേർണിയിൽ ഈ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും ടൈം ആയപ്പോഴൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ വെറുതെ ഇത് പ്രിപ്പയർ ചെയ്യണേ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നോക്കിക്കൂടായിരുന്നോ, നിങ്ങൾക്ക് കുറച്ച് ഇപ്പോൾ വേറെ എന്തെങ്കിലും പുറത്തോട്ട് വല്ലതും നോക്ക്, എന്തിനാ ഇവിടെ നാട്ടിൽ തന്നെ നിൽക്കണേ. പിന്നെ ലൈക്ക് പക്ഷേ ഒരു കൂടുതൽ കുറേ ഫ്രണ്ട്സ് ജോലി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കയറണം, ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് പഠിച്ചത്. എന്തായാലും ഫൈനലി എൻ്റെ സമയം വന്നു. ഇനി സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന് ഉറപ്പായിട്ട് ഞാൻ വരാന്തര കാലിക്കട്ട് സജസ്റ്റ് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നമ്മളിവിടെ കൊണ്ടുവരുന്നിരിക്കുന്ന, ഞാൻ ആസ് എ TL ഞാൻ പറയുകയാണ്, നമ്മളിവിടെ കൊണ്ടുവരുന്ന കുറേ പുതിയ സിസ്റ്റംസ് ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ മെയിൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പ്ലാൻസ് തരുന്നുണ്ട്. സോ അത് ഇവിടുത്തെ പുതിയ സ്റ്റുഡൻസിനാണെങ്കിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിനെല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനെല്ലാം ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ദെൻ അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും നല്ല ഫെസിലിറ്റിയുള്ള ഒന്നാണ്, ഏറ്റവും നല്ല ലാബ് ഫെസിലിറ്റിയുള്ള ഒന്നാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് പ്രിഫർ ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ആക്ച്വലി അത്യാവശ്യം നല്ലൊരു പുതിയ സിസ്റ്റംസ് അഡാപ്റ്റ് ആയി വരുന്നത്, ഇവിടെ പുതിയ സിസ്റ്റംസ് ഇപ്പം അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അത്യാവശ്യം നല്ല സൂചനകളാണ് നൽകുന്നത്. ഓക്കെ, യാത്രയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദി പറയുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ, ദെൻ മൈ ഫാമിലി, ആൻഡ് എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്ത ഇവിടുത്തെ എൻ്റെ മെൻറ്റേഴ്സ്, ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇവിടുത്തെ എൻ്റെ ഒപ്പം നിന്ന TL അഭയ്, ഇദ്ദേഹത്തിനെല്ലാം വലിയൊരു നന്ദി പറയുകയാണ്. ആൻഡ് വരാന്തര ഓഫ് കോഴ്സ് വളരെ വലിയൊരു നന്ദി പറയുകയാണ്. താങ്ക് യു.